എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം മെയ്ഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പാർട്ട് 5 ആണ്. പാർട്ട് 1, 2, 3, 4 ഒന്നും കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളെല്ലാം ഇടാം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹോം മെയ്ഡ് ഗ്ലൂ ഗണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നേ ഞാനൊരു ഗ്ലൂ ഗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മെത്തേഡിലുള്ള ഗ്ലൂ ഗണ്ണാണ്. അപ്പം ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതായത് പോലെ ഒരു ഗണ്ണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഷേപ്പിലുള്ള 5 പീസസ് എടുക്കണം. എന്നിട്ട് 2 സൈഡിലുള്ള 2 പീസ് ഒഴികെ ഉള്ളിൽ വെക്കുന്ന പീസസൊക്കെ ഒന്നും കൂടെ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഗ്ലൂ ഗൺ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ അതിനൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ കൂടെ ഗ്ലൂ ഗൺ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോട്ടുള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഒരു ടിന്നെടുക്കുക. ടിന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പാക്കി കട്ട് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഈ കാർഡ്ബോർഡിൻ്റെ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്ലൂ ഗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ക്യാൻഡിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ടിന്നിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഉരുകിയിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണായിട്ട് വർക്ക് ചെയ്യും. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇത് പാല് കിട്ടുന്ന ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തത്. നമ്മുടെ സാധാരണ വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും എടുത്തിട്ട് കാര്യമില്ല, അത് പെട്ടെന്ന് ഉരുകിപ്പോവും. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു സൈസിൽ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് ചുരുട്ടിയെടുക്കുക. വലിയ ഓവറായിട്ട് തിക്നെസ് ഉള്ള ഗ്ലൂ സ്റ്റിക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗ്ലൂ സ്റ്റിക്ക് സാധാരണ നമുക്ക് കിട്ടുന്നത് അറിയാമല്ലോ, ആ ഒരു സ്റ്റിക്കിൻ്റെ സൈസ് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ സെക്യൂർ ചെയ്ത് എടുക്കുക. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ മൊത്തമായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്യൂബ് പോലെയുള്ള ഒരു സംഭവം കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് എടുക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ആ ബോട്ടിലിൻ്റെ ആ ഒരു മിഡിൽ പോർഷനില്ലേ, ആ ഒരു പോർഷനാണ് ഞാൻ കട്ട് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് അത് ഈ ഒരു നമ്മുടെ റോൾ ചെയ്ത ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക്കും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ഗ്ലൂ ഗൺ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ക്യാൻഡിലിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഹീറ്റ് ചെയ്യുമ്പം ഈ സ്റ്റിക്ക് ഉരുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനുള്ളത് ഒട്ടിക്കാം. സാധാരണ ഗ്ലൂ സ്റ്റിക്ക് എങ്ങനെയാണോ ഉരുകിയാലുണ്ടാവുക അതുപോലെ തന്നെയാണ് ഇത് ഉരുകി വരുന്നത്. അപ്പം 100% വർക്കിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കത്തിയ സ്മെല്ലൊന്നും ഇതിന് വരുന്നില്ല. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ എടുക്കുമ്പം പെട്ടെന്ന് ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് അത് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഫെവിക്കോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതും ഞാൻ മുന്നേ ഇട്ട വീഡിയോ ആണ്, പക്ഷേ അധികം ആരും കണ്ടിട്ടില്ല. ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവറാണ് എടുക്കുന്നത്. 3 സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ വിനെഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വിനെഗർ നമ്മൾ ഇത് പെട്ടെന്ന് കേടായി പോവാതിരിക്കാനാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 6 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്പൂണായിട്ട്
കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു ഫെവിക്കോളിൻ്റെ കൺസിസ്റ്റൻസി വരുമല്ലോ, ഒരു കുറച്ചൊന്ന് കട്ടിയാവുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പം ഇതെടുത്ത് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസമൊക്കെ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഞാനത് പിന്നെയും വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബോട്ടിലാക്കാം. ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്ലിറ്റർ ടേപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പാർട്ടി ഡെക്കറേഷൻസില്ലേ, ബർത്ത്ഡേ ഡെക്കറേഷനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു എന്താ പറയുക, കേടായ ഒരു ഡെക്കറേഷൻ്റെ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ടേപ്പിൻ്റെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ നല്ല വൃത്തിയിൽ ഒരു 1 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു സ്ട്രിപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതായത് അതിൻ്റെ വീതി എല്ലായിടത്തും 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, 2 സൈഡിലും ഗ്ലൂ ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഈ ടേപ്പിൻ്റെ മേലെ ഒട്ടിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് പഴയ സെല്ലോ ടേപ്പിൻ്റെ റോളിലൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സെല്ലോ ടേപ്പിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മുടെ വിരൽ സെല്ലോ ടേപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പം 2 സൈഡിലും ഗ്ലൂ വരുന്ന ഒരു സ്ട്രിപ്പ് നമുക്ക് കിട്ടും. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ കളർ ടേപ്പാണ്. അപ്പോൾ കണ്ടോ. ഇനി നമുക്ക് കളർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഉള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാനിറ്റൈസറാണ് എടുക്കുന്നത്. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ സാനിറ്റൈസർ എടുത്തിട്ട് ഇതുപോലെ മഞ്ഞൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് A4 ഷീറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക. ഉണങ്ങിക്കഴിയുമ്പോൾ ആ മഞ്ഞളുടെ പൊടികളൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി വരും. അപ്പോൾ നമുക്ക് യെല്ലോ കളർ നല്ല വൃത്തിയുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും. ഇനി ഇതിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചുളിവുകളൊക്കെ മാറിക്കിട്ടും. ഇതുപോലെ നമുക്ക് ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നമുക്ക് കളർ ടേപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കളർ ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം നമ്മൾ ചെയ്തെടുത്ത കളർ പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. ആ ഒരു കളർ പേപ്പറിൻ്റെ ഇതുപോലെ ഒരു 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഉള്ള സ്ട്രിപ്സാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ പേപ്പർ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വേണമെങ്കിൽ എടുക്കാം. വൈറ്റിൻ്റെ മേലെ നിങ്ങൾ സ്കെച്ച് പെൻ വെച്ചിട്ട് കളർ ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മുടെ സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്ട്രിപ്പിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിക്കറായിട്ടുള്ള എന്താ പറയുക, നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെയുള്ള സെല്ലോ ടേപ്പ് നമുക്ക് കിട്ടും. അതായത് കളർ ടേപ്പ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു കളർ ടേപ്പ് വാഷബിളാണ്, വാട്ടർ പ്രൂഫാണ്. ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫ് അല്ല, നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് മെത്തേഡിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിലും നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പച്ച കളർ പേപ്പറിലാണ് ചെയ്തത്. ഇനി നമ്മൾ ഇത് ആവശ്യമുള്ള അത്രയും സൈസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ആവശ്യം വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കർ പേപ്പർ ഇളക്കി എടുത്തിട്ട് ടേപ്പ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സ്റ്റിക്കർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് A4 ഷീറ്റ് തന്നെയാണ് എടുത്തത്. A4 ഷീറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈസിലുള്ള സ്റ്റിക്കർ പേപ്പറാണോ വേണ്ടത് ആ ഒരു സൈസിലുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചുളിവുകളില്ലാതെ ഒട്ടിക്കാൻ നോക്കണം, എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ആ പുറത്തേക്ക് വന്ന എക്സ്ട്രാ സെല്ലോ ടേപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കർ ബുക്കാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാർഡിലിടാം, കണ്ട് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതിൽ ഒന്ന് ഒട്ടിച്ച് കാണിച്ച് തരാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ പേപ്പറും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒട്ടിച്ച സ്റ്റിക്കർ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഒട്ടിക്കാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് സ്റ്റെൻസിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സ്റ്റെൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പം എല്ലാവരുടെ അടുത്തും പേപ്പർ അവൈലബിൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് പേപ്പറിനെ കൊണ്ട് സ്റ്റെൻസിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് സാധാരണ സ്റ്റെൻസിൽ പോലെ തന്നെ യൂസ് ചെയ്യാം, പക്ഷേ റീയൂസബിൾ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 4 ഐറ്റം മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെൻസിൽ ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ ഓരോന്ന് വരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ആ ഒരു വരച്ച ഭാഗത്തിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കത്രിക വേണമെങ്കിൽ കത്രിക യൂസ് ചെയ്യാം, അതല്ല ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 മടക്കുമ്പോൾ നമ്മൾ ഒരു കട്ട് കൊടുക്കുമ്പോൾ തന്നെ ബാക്കി പാക്കിലുള്ള പേപ്പേഴ്സിലൊക്കെ കട്ട് വരും. അപ്പം നമുക്ക് പണി എളുപ്പമാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡിനനുസരിച്ചിട്ട് നമ്മൾ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ കിട്ടും. നമ്മൾ കാണുമ്പം ചിലപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷെ നമ്മൾ വരച്ച് ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളാണ്. കണ്ടോ, നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് നമ്മുടെ ചാനലിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫെവി ബോണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പം അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കാൻ നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പെട്രോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് പെട്രോൾ എടുത്തത്. സ്റ്റീലിൻ്റെ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ ഒരു മോയ്സ്ചറൈസറിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് തെർമോക്കോളിൻ്റെ പീസസാണ്. അപ്പോൾ തെർമോക്കോൾ നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തെർമോക്കോൾ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ തെർമോക്കോൾ ഇങ്ങനെ ഉരുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഉരുകി കിട്ടും. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല റിലാക്സിങ്ങും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു തെർമോക്കോളിനെ ഇങ്ങനെ ഉരുക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ കുറേ പീസസ് ആവശ്യമുണ്ട്. നമുക്ക് എത്ര ഗ്ലൂ വേണോ അത്രയും, അതായത് ഈ തെർമോക്കോളാണ് ഗ്ലൂ ആയിട്ട് മാറുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് വേണോ അത്രയും നമ്മൾ തെർമോക്കോൾ പീസസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കുറച്ച് ഉരുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഗ്ലൂ ആയിട്ട് അത് ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം, അടച്ച് വെക്കണം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ 2 കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല, പക്ഷേ നമ്മുടെ ഫെവി ബോണ്ട് പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഫെവി ബോണ്ട് ഇല്ല എന്നുള്ള പരാതിയും വേണ്ട. ഗ്ലൂ സ്റ്റിക്കും ഒക്കെ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റിക്വസ്റ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.